നമസ്കാരം. സംസ്ഥാനത്ത് പെയ്തിറങ്ങുന്ന കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങളും പ്രളയസമാനമായ സാഹചര്യവും നിലനിൽക്കെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി സർക്കാർ. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇതുവരെ 3 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി റവന്യൂ മന്ത്രി, ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർമാർ എന്നിവരുമായി സംസാരിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവിശ്രമം ചെയ്യുന്ന ശക്തമായ മഴയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയിൽ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ റവന്യൂ മന്ത്രി നേരിട്ട് ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. നിലവിലെ അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി റവന്യൂ മന്ത്രി ഇന്ന് രാവിലെ 11 മണിക്ക് ജില്ലാ കളക്ടർമാരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംസ്ഥാന പോലീസ് സേനയും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ പൂർണ്ണ സജ്ജമാണ്. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനും ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ അതിവേഗത്തിലാക്കാനും സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. മഴ കനത്തതോടെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് ഏറ്റവും ഉയർന്ന തോതിലുള്ള നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കി കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഭീകരമായ ഉരുൾപൊട്ടലിൽ വീട് തകർന്ന വീട്ടമ്മ മരിച്ചു. കോട്ടയം പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചു. അവിടെ കാണാതായ അമ്മയ്ക്കായും തെരച്ചിൽ തുടർന്നിരുന്നു. അമ്മയുടെയും മൃതശരീരം ലഭിച്ചിട്ടുണ്ട്. ഇടുക്കി വാഗമൺ കോലാഹലമേട്ടിൽ മണ്ണിടിഞ്ഞു വീണ് 72 വയസ്സുള്ള വയോധികനും ജീവൻ നഷ്ടമായി. പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ പ്രളയസ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുകയാണ്. മേഖലയിലെ പ്രധാന റോഡുകളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. പമ്പാ നദിയിൽ അതിവേഗത്തിൽ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനം പുരോഗമിക്കുകയാണ്. രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് കൂടുതൽ ഡിങ്കി ബോട്ടുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. പത്തനംതിട്ട തൂമ്പാക്കുളത്ത് ശക്തമായ ഉരുൾപൊട്ടലുണ്ടായി. പമ്പയിലെ അരയാഞ്ഞിലി മണ്ണ് കോസ്വേ പൂർണ്ണമായും മുങ്ങിയതോടെ 40ഓളം കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. സംസ്ഥാനത്തുടനീളം റെഡ് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും അപകട സാധ്യതയുള്ള മലയോര മേഖലകളിലും താമസിക്കുന്നവർ അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും സർക്കാരും മുന്നറിയിപ്പ് നൽകി. കോട്ടയം ജില്ലയുടെ മലയോര മേഖലകളിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമുണ്ട്. കോട്ടയം പയ്യാനിത്തോട്ടത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ അമ്മയും മകനും മരിച്ചു. പയ്യാനിത്തോട്ടം മണപ്പാട്ട് വീട്ടിൽ ജോസഫിൻ ജോണി, അമ്മ റെജീന ജോണി എന്നിവരാണ് മരിച്ചത്. ഇവരുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു. ഇവിടെ പുലർച്ചെ മുതൽ കനത്ത മഴ മൂലം പ്രദേശത്ത് 1ലധികം സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതാണ് വിവരം. മീനച്ചിലാർ കരകവിഞ്ഞൊഴുകുകയാണ്. ഈരാറ്റുപേട്ട ടൗണിൽ കടകളിൽ വെള്ളം കയറി. വലിയ നാശനഷ്ടമാണ് ഈരാറ്റുപേട്ട ടൗണിൽ വ്യാപാരികൾക്കുണ്ടായിരിക്കുന്നത്. പാലാ ടൗണിൽ വെള്ളം കയറി. പ്രദേശത്ത് മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം കാര്യമായി ഇറങ്ങുന്നത് ഈ പ്രദേശത്തെ ആശങ്കയിലേക്ക് അഴുത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് മുഴുവൻ റെഡ് അലേർട്ടാണ്. ഭീകരമായി കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പക്ഷേ മഴ കുറയാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.